പ്രിയമുള്ളവരെ, ഇത്രയും നേരം ഈ കലാപരിപാടികളൊക്കെ വളരെ ക്ഷമയോടെ കാത്തിരുന്ന് കണ്ട നിങ്ങളെ ഇനിയും ഇരുത്തി ബോറടിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചോളാം. വിസ്കോൺസിൻ മലയാളി അസോസിയേഷൻ്റെ 2013 ഓണാഘോഷ പരിപാടികൾക്ക് അടുത്ത ഒരു ഐറ്റത്തോടുകൂടി തിരശ്ശീല വീഴുകയാണ്. ഇന്നിവിടെ വിളമ്പിയ സദ്യയും ഇന്നത്തെ കലാപരിപാടികളും നിങ്ങളേവരും വളരെയധികം ആസ്വദിച്ച് കാണും എന്ന് ഞങ്ങൾ കരുതട്ടെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആപ്തവാക്യം ഒരു അർത്ഥമുള്ളതായി തീരട്ടെ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ഇന്നത്തെ ഈ ഇവൻസിൽ പങ്കുകൊള്ളാനായിട്ട് എത്തിയ നിങ്ങൾക്കേവർക്കും, പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നുള്ളവർക്കും ഈ അസോസിയേഷൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. A big thank you to all the MCs, Meryl, Tina, Heloise, Joss and Jasmine. You guys did a fantastic job. Let's give them a big hand. On behalf of Wisconsin Malayali Association and the 2013 committee, I would like to thank Hamilton School for their continuous support and giving this facility to host our cultural program Onam and the Christmas and the upcoming Christmas event. Special thanks to Lynn Halgan, Dean, ushers and all the supporting crews for their continuous support and making this event a success. ഫൈനാൻഷ്യലായി നമ്മളെ പല സ്ഥാപനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്പോൺസേഴ്സിൻ്റെ ലിസ്റ്റ് ഞാനൊന്ന് താഴെ വായിക്കുന്നു. ശ്രീ ഗായത്രി ഫുഡ്സ്, അൻമോൾ റെസ്റ്റോറൻറ്റ്, ഇന്ത്യ ബജാർ, ബോംബെ സീഡ്സ്, ബെസ്റ്റ് ഫുഡ്, AP ഫുഡ്സ്, മാത്തനേഷ്യം ബൈ ദീപക് ആൻ്റണി. ഇത് കൂടാതെ ഇന്നത്തെ നമ്മുടെ കാപ്പിയുടെ ആവശ്യത്തിന് വേണ്ടി ശ്രീ ഗായത്രി ഫുഡ്സ് 300 വടയും നമുക്ക് സംഭാവന തന്നിട്ടുണ്ട്. ഈ സ്പോൺസേഴ്സിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയ കളക്ഷൻ $1250. മറ്റ് പല പൊട്ടൻഷ്യൽ സ്പോൺസേഴ്സിനെയും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് ഞങ്ങൾ ക്രിസ്മസ് പ്രോഗ്രാമിന് വായിക്കുന്നതാണ്. പിക്നിക്കിൻ്റെ അല്പം ചില വരവ് ചില കണക്കുകൾ വായിച്ചോളട്ടെ. നമുക്ക് ആകെ കിട്ടിയ തുക $1350. നമ്മുടെ ചിലവ് $1917. നമ്മുടെ നഷ്ടം $567, 32 സെന്റ്. ഇന്നത്തെ ഫുഡ് നമുക്കിവിടെ കേറ്റർ ചെയ്തത് ഷിക്കാഗോയിൽ പുതിയതായി തുടങ്ങിയത്, അതായത് പണ്ട് കൈരളി ഉണ്ടായിരുന്നു, പുതിയതായി അവർ പുതിയ ഓണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേര് നവ കൈരളി ഫുഡ്സ് എന്നാണ്. അവരാണ് നമുക്ക് ഈ ഫുഡ് ഇന്ന് നമുക്ക് ഇവിടെ കേറ്റർ ചെയ്തത്. അവർക്കും ഇന്നിവിടെ സദ്യയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കും, ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർക്കും, ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ്, ഇതിനു വേണ്ടി നമുക്ക് സഹായങ്ങൾ ചെയ്തതിനുള്ള പല ഫാമിലീസ് ഉണ്ട്. പ്രാക്ടീസിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കണ്ടമാനം കഷ്ടപ്പെട്ട് കണ്ടമാനം പ്രവർത്തിച്ചതിൻ്റെ പിന്നിൽ സമയം ചിലവാക്കിയ ഫാമിലീസിന്, ഇവർക്കെല്ലാവർക്കും ഈ അസോസിയേഷൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തതായി ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് വളരെ സങ്കടകരമായ ഒരു വ്യവസ്ഥയാണ്. നമ്മുടെ അസോസിയേഷന് പലപ്പോഴും നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നത് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് മാർഗങ്ങൾ ഉപയോഗിച്ചാണ്. ഇറ്റ് കുഡ് ബി ആൻ ഇമെയിൽ, ഇറ്റ് കുഡ് ബി എ ഫോൺ, ഓർ മേ ബി ആൻ ഇൻവൈറ്റ് ഇൻവിറ്റേഷൻ. ബട്ട് ഞങ്ങൾക്ക് ചില സമയങ്ങളിൽ നമുക്കൊരു റിപ്ലൈ ആവശ്യമായിട്ടുണ്ട്. നിങ്ങളുടെ റെസ്പോൺസ് ഞങ്ങൾക്ക് വളരെ മസ്റ്റായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ അതിന് റിപ്ലൈ ചെയ്യണം. നമുക്കൊരു എക്സാക്റ്റ് കൗണ്ടൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എത്ര പേർക്ക് ഫുഡ് ഓർഡർ കൊടുക്കണം, എങ്ങനെയാണ്, എന്തെല്ലാം സജ്ജീകരണങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. Please make sure that you reply back when we need a reply. അടുത്ത
അടുത്ത ഒരു പ്രോഗ്രാമിന് ശേഷം കാപ്പി കുടിക്കായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കാഫറ്റേരിയയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കുകൊണ്ടതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്ന് അറിയിക്കുന്നു. വിത്ത് ദാറ്റ് ഐ വിഷ് യു എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പറസ് ഓണം. മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം ജാനുവരി 11, 2014 നമ്മൾ നടത്തുന്നത്. കാരണം ഹോളിൻ്റെ അല്ലെങ്കിൽ ഫെസിലിറ്റീസിൻ്റെ അപര്യാപ്തത മൂലമാണ് അങ്ങനെ നമുക്കൊരു ഡേറ്റ് നിശ്ചയിക്കേണ്ടി വന്നത്. Again, thank you all. See you in the cafeteria and also in the Christmas program. Bye.